അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ പവിത്രമായ മുഹറം മാസത്തിന്റെ അഥവാ ഹിജ്റ വർഷത്തിന്റെ പ്രഥമ മാസത്തിന്റെ സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞതെന്താണെന്ന് അറിയാമോ? റമദാനിന് ശേഷം വ്രതാനുഷ്ഠാനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മഹനീയമായ മാസമാണ് മുഹറം മാസം. അഫ്ദലു സിയാമു ബഅദ റമദാന ഷഹറുല്ലാഹിൽ മുഹറം. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. 1447 എന്ന ഈ പുതിയ ഹിജ്റ വർഷം ഖൈറും ബർക്കത്തും എല്ലാ നിയമത്തും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഹിജ്റ നടന്നത് മുഹറം മാസത്തിലാണെന്ന്. എന്നാൽ അതല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ നടന്ന വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം പൂർത്തിയാക്കി എല്ലാം വിട്ടെറിഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് ഇസ്ലാമിക കലണ്ടറിലെ ഒന്നാമത്തെ വർഷമായി കണക്കാക്കിയത്. ഹിജ്റ നടന്നിട്ട് 1447 വർഷങ്ങളായെന്ന് പറയപ്പെടുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ് ഹിജ്റ. മഹത്തായ ഹജ്ജ് കർമ്മത്തിനു ശേഷം ലോക മുസ്ലിങ്ങൾ പുതിയൊരു ആരംഭത്തിലേക്ക് കടക്കുകയാണ് ഈ മുഹറത്തിലൂടെ. വിശ്വാസികൾ ആത്മപരിശോധനയ്ക്കും പുനർവിചിന്തനത്തിനും വിധേയമാകേണ്ടതുണ്ട്. മനുഷ്യ ചരിത്രത്തിലെ ഏറെ വിജയകഥകൾ പറയാനുണ്ട് ഈ മുഹറം മാസത്തിന്. മൂസാ നബിയുടെ പ്രാർത്ഥന കേട്ട് ഫിർഔന്റെയും 6 ലക്ഷത്തിലധികം വരുന്ന അവന്റെ കൂട്ടാളികളുടെയും കയ്യിൽ നിന്ന് തന്റെ വടി കൊണ്ടടിച്ച് ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുന്നതും ഫിർഔനും കൂട്ടാളികളും അതിൽ മുങ്ങിക്കൊല്ലപ്പെടുന്നതും ഈ മുഹറം മാസത്തിലാണ്. മുഹറം 10 കർബല സംഭവം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം കണ്ണീരിന്റെ കടൽ തീർത്തത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരാ നോവായി മാറിയതും നമുക്കറിയാം. കർബല ജീവനും ജീവിതവുമാണ്, സമരവും രക്തസാക്ഷിത്വവുമാണ്, വിമോചനവും സ്വാതന്ത്ര്യവുമാണ്, ജീവന്റെയും ജീവിതത്തിന്റെയും വീണ്ടെടുപ്പിനുള്ള പ്രതീക്ഷയാണ്. മുഹറം വലിയൊരു പാഠപുസ്തകമാണ്. അതിലെ ഓരോ അധ്യായങ്ങളും വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ കുളിരേകുന്ന മഞ്ഞുതുള്ളികളാണ്. പ്രാർത്ഥനയിലൂടെ രക്ഷപ്രാപിച്ച പ്രവാചകന്മാരുടെ പാഠം ഏത് മഹാമാരിയെയും അതിജീവിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. അഹംഭാവിയായ ഫറോവയുടെ പതനം അഹങ്കാരികൾക്ക് ഏറെ നാൾ നിലനിൽപ്പില്ല എന്നതിലേക്കുള്ള സൂചനയാണ്. വെറും കൈയോടുകൂടെ വന്ന മുഹാജിറുകളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച അൻസാറുകൾ കോവിഡ് കാലത്ത് ഒന്നുമല്ലാത്തവരോട് നാം കാണിക്കേണ്ട സമീപനത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. 1447 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഹിജ്റ ചെയ്യേണ്ടി വന്നു. അന്ന് മക്കയിൽ മുഹാജിറുകൾക്കുണ്ടായ അതേ അവസ്ഥ, അല്ലെങ്കിൽ അതിനു സമാനമായ ഭീകരാവസ്ഥ, അതാണ് ഇന്ന് ഗസയിൽ നിലനിൽക്കുന്നത്. യഥാർത്ഥ വിശ്വാസിയായതിൻ്റെ പേരിൽ ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യ സത്യം പറയുന്നവരുടെ ചിറകരിയുന്നു. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, സാലേഹ റൂറി, അഹമ്മദ് യാസീൻ എന്നിവർ കൊല്ലപ്പെടുന്നു. ഹിജ്റ ചരിത്രത്തിലെ എന്തോ ഒരു ഓർമ്മ മാത്രമല്ല, അതിൻ്റെ തനി ആവർത്തനങ്ങൾ ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അന്നത്തെ മുഹാജിറുകൾക്ക് അൻസാറുകളുണ്ടായിരുന്നു, ഇന്നത്തെ മുഹാജിറുകൾക്ക് അൻസാറുകളില്ല. നാം അള്ളാഹുവിൻ്റെ മാർഗത്തിലെ അൻസാറുകളായി മാറുക, എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ഒരു മുസ്ലിം സമൂഹമായി നാം മാറുകയുള്ളൂ. നമുക്ക് നാം പകർത്തു നൽകുന്ന ഒരു വിശേഷാധികാരമുണ്ട്, ഒരു പ്രിവിലേജ്. അത് വെടിയുക, അത് ഉപേക്ഷിക്കുക. നമ്മുടെ സംരക്ഷണം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നേരും നന്മയും ചേർത്ത് പിടിക്കുക. മുസ്ലിം ഉമ്മത്തിനെതിരെ ശബ്ദമുയർത്തുന്ന മുനാഫിക്കുകളാവാതെ ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക ഘട്ടമായ ഹിജ്റയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു ഓർമ്മ മാത്രമാകാതെ സമകാലിക സന്ദർഭങ്ങളിൽ വെളിച്ചം വീഴ്ത്തുന്ന ഒരനുഭവങ്ങളാക്കി മാറ്റുക. അത് പ്രയോഗവൽക്കരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശാരീരികവും ആത്മീയവും ബുദ്ധിപരവുമായിട്ടുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് ആരംഭം കുറിക്കേണ്ട മാസം തന്നെയാണ് മുഹറം. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മയും കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.